Hey guys, വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. യു ആർ വാച്ചിങ് ഞാൻ ഗെയിമിംഗ് ഗൈസ്. ഇപ്രാവശ്യം നമ്മൾ തുടക്കത്തിലേ പറയണേ, ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക ഗൈസ്. ഇതിനേക്കാളും നല്ല നല്ല കണ്ടൻറ്റും കാര്യങ്ങളും വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ, ഞാനെപ്പോഴും സോളോ വിസസ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്രാവശ്യം സോളോ വിസസ് സ്ക്വാഡല്ല, സോളോ വിസസ് ഡുവോ. നമ്മൾ സോളോ വിസസ് ഡുവോ കളിക്കാനായിട്ട് ഗൈസ് ഞാനങ്ങനെ പീക്കിലോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. ഇതാണ്ട് നമ്മൾ പീക്കിലോട്ട് ഇറങ്ങി. ആദ്യമേ ഒരു MP5 ലെവൽ 1 കിട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ മുകളിലാണെങ്കിൽ എനിമിയെ കണ്ട് ഗൈസ്. ഒട്ടും ഇത് ആരൊക്കെയാണ് മുകളിൽ പറന്നിറങ്ങുന്നത്? എൻ്റെ പൊന്ന് മുട്ടുമണി, ഇത് ആരൊക്കെ ഗൈസ്? ഞാനങ്ങനെ അവനെ MP5 സ്കോപ്പിട്ട് അടിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഒരുത്തനെ നോക്കാക്കി ഗൈസ്. പിന്നെ അല്ല, നമ്മൾ ഏറ്റവും റൂഫ് ടോപ്പിൽ നിന്ന് നമ്മൾ ഒരാളെ ഫിനിഷ് ചെയ്തു ഗൈസ്. ആളെ ഫിനിഷ് ചെയ്ത് അപ്പോൾ ഞാൻ ഇങ്ങനെ ലൂട്ടെടുത്ത് നമുക്ക് M4A1 അല്ല ഗൈസ്, M40 ലെവൽ 3 കിട്ടി ഗൈസ്. ഓ പാവൂടാവും, താഴെ ചാടാൻ നോക്കിയതാണ് അവന് ഹെഡ് ഷോട്ട്. മര്യാദയ്ക്ക് അവിടെ നിന്നെങ്കിൽ പിന്നെ നോക്കെങ്കിലായാണ്. ഇതിപ്പോൾ ദാരിദ്ര്യം മരണമായിപ്പോയി, തലക്കടി കൊണ്ട് ചത്തവൻ. സീനില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയ സ്പോട്ടിൽ തന്നെ മുത്തുമണീസ് നമ്മൾ 2 കില്ലെടുത്ത് ഗൈസ്. പിന്നെ അല്ലാതെ ഗൈസ്, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ പഴയ പീക്ക് മെസ്സേനുണ്ടോ? ഞാൻ നല്ല മെസ്സേനുണ്ട്. ഇത് എന്തുവാണല്ലോ കാണിച്ച് വെച്ചേക്കണത്? എനിക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ ഗൈസ്. ഞാൻ നമ്മുടെ പഴയ പീക്ക് നല്ലൊരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾ ആരൊക്കെ നമ്മുടെ പഴയ പീക്ക് മിസ് ചെയ്യണമെന്നുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക ഗൈസ്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അറിയിക്കുക ഗൈസ്. അതുമാത്രമല്ല, നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ ഉടനെ വരും ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റിംഗ്. നിങ്ങൾ ഒട്ടുമിക്ക വരില്ല, ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവരും ഫ്രീ ഫയർ ഇന്ത്യക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം ഗൈസ്. അതുപോലെ തന്നെയാണ് ഞാനും വെയിറ്റിംഗ് ആണ്. അത് നമുക്ക് ഉടനെ വരും തന്നെ പ്രതീക്ഷിക്കുക. മുത്തുമണി എൻ്റെ പൊന്നെ, ഒരുത്തനാണ് അകത്തിരിക്കുകയാണ് ഗൈസ്. M14 ഹെഡ് ഷോട്ട് അടിച്ചു. അവൻ്റെ ടീം ഗ്ലോവാൾട്ട് കവർ ചെയ്ത് വെയിറ്റ് ചെയ്യും. അവർ റിവ്യൂ ആയി ഗൈസ്. ഇതാണ് എൻ്റെ ട്രിക്ക്. എങ്ങനെയുണ്ട്? ഗ്ലോവാൾ കവർ ചെയ്ത് അയ്യോ എന്നെ നോക്കാക്കി വിടുന്നുണ്ട്. ഇതെന്തറാ ഇത്? അയ്യോ ഇതെന്തൊരു ഇതിൻ്റെ അടി കൂടെ ഇറങ്ങി ഗൈസ്. ആണ് അവൻ ഇറങ്ങി പാവോളെ. ഗ്ലോവാൾ സംഭവിച്ച അവൻ താഴെ ഒന്നുകൂടെ ഇട്ടാൽ മതിയായിരുന്നു. മണ്ടനാണ് അവൻ. മണ്ടയിലൊക്കെ ഇട്ട് കുനിഞ്ഞൊക്കെ ഇറങ്ങുന്നത്. ആ സമയത്ത് ഞാൻ അടിക്കൂലേ? അയ്യോ ഗൈസ്. അങ്ങനെ ഞാനിവിടെ ഇനി ഞാൻ കുനിഞ്ഞിറങ്ങണമല്ല. ഓ ഗൈസ്, ഓക്കെ ആ ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ ഞാൻ എന്താ ഗൈസ്, ഇപ്പോൾ മൊത്തം 4 കിലോ പീക്കി വന്ന 2 സ്ക്വാഡിനെ എടുത്തിട്ടുണ്ട് ഗൈസ്. 4 പേരെ എടുത്തിട്ടുണ്ട്. പാവങ്ങൾ, അവർക്ക് മൈനസാണെന്ന് യോഗം. പറഞ്ഞിട്ട് കാര്യമില്ല, മൈനസ് അടിച്ചേ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ തോക്ക് M14 മാറ്റില്ല, സ്കാറാക്കി ഗൈസ്. സ്കാർ ചെയ്യുവാണ്ട് നമുക്ക് അതാണ് താല്പര്യം ഗൈസ്. എടാ മുത്തുമണി ഗൈസ്, ലെഫ്റ്റ് സൈഡിൽ ഫൈറ്റ് നടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ടോടി പോവാം. നിൽട്രാ ആരും ചാകരുത്. എല്ലാ കില്ലും എനിക്ക് വേണം. അമ്മ ചത്ര എടാ പാവട. അമ്മ 2 ഫൈറ്റ് എടുത്തു. ഒരുത്തൻ ചത്ത്, ഒരുത്തൻ നോക്കായിരുന്നു ഗൈസ്. അവനെ ഞാൻ ഫിനിഷ് ചെയ്ത് പാവ കില്ല് എനിക്ക് കിട്ടി. എനിക്കൊരു പാടുമില്ലാതെ എൻ്റെ കില്ല് കിട്ടി ഗൈസ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുമ്മനം ഗൈസ്. അങ്ങനെ എനിക്കൊരു കുമ്മനം കിട്ടി. കാര്യമാക്കണ്ട. ഇനി ബാക്കി എത്ര 23 അലയുണ്ട് ഗൈസ്. 23 അലയുണ്ട്. ഞാൻ മൊത്തം 5 കില്ലായിട്ടുണ്ട്. മൊത്തം 24 എന്നെ കൂടെ കൂട്ടി ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്നെ കൂട്ടിയില്ല. അതുകൊണ്ട് മൊത്തം 23 അലയുണ്ട് ഗൈസ്. അതിൻ്റെ അവിടെ എനിമി ഉണ്ട്. ഞാൻ സ്കാറിൽ സ്കോപ്പിട്ട് അടിക്കുന്ന എടാ കിട്ടിയില്ലടാ. അയ്യേ വെയിറ്റ് എടാ, നിന്നെ കൊണ്ട് ഞാൻ പോകും. ഒരു പട്ടിലേക്ക് ഇതാ എന്നെ അടിക്കുന്ന. വെയിറ്റ് ഇതാ. ഓ ഗൈസ്, അവൻ്റെ ടീമിൽ 2 പേർക്ക് ഞാൻ നല്ല ഡാമേജ് കൊടുത്തു. പക്ഷെ അയ്യോ നീയൊക്കെ എന്തായാലും ഇങ്ങോട്ട് തന്നെ വരില്ല ഗൈസ്. ഇതാണ് എൻ്റെ കവർ. ഈ സൈഡിൽ നിന്ന് നമുക്ക് അവനെ അടിക്കാം, അപ്പുറ സൈഡിൽ നിന്ന് എന്തായാലും അവൻ കറങ്ങി വരും, ഉറപ്പാണ്. എനിക്ക് ഞാൻ ഫ്രീ ഫയറിൽ ഭയങ്കര ടാക്ടിക് മൂവ്മെൻറ്റ് എനിക്ക് എല്ലാ ഉദ്ദേശവും അറിയാം ഗൈസ്. ഇമാരൊക്കെ ഏത് വിളിയിൽ കറങ്ങി ഏത് വിളി വരുന്നല്ല അതാ വന്ന് പറഞ്ഞാൽ എട്ടാ മൊത്തം നീ തീർന്നടാ ഗൈസ്. അങ്ങനെ നമ്മൾ അവൻ്റെ ടീമിൽ ഒരുത്തനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അവനെ ഫിനിഷ് ചെയ്ത് നമ്മൾ ഗ്ലോവാൾ അടിച്ച് ഗൈസ്. അവൻ്റെ ടീം എന്തായാലും ഇപ്പോൾ നമുക്കൊരു ബെഡ് അടിക്കാം. അതിന് മുന്നേ അവൻ വന്ന് ഗൈസ്. നമ്മൾ ഓറിയുള്ളതുകൊണ്ട് കുറേ രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ, സത്യം പറയാമല്ലോ. അയ്യോ എനിക്ക് അടി ആദ്യം മിസ്സായി ഗൈസ്. അയ്യേ എടാ, മെഡ് അടിക്കാൻ സമ്മതിക്കില്ല ഗൈസ്. നമുക്ക് എന്തായാലും മെഡ് അടിക്കാം. ഗ്ലോവാൾ അടച്ച് മെഡ് അടിക്കുകയാണ്. സൂപ്പർ മെഡും അടിച്ച് നമ്മൾ റിപ്പയർ കിറ്റും അടിച്ച് ഗൈസ്. അവന്താണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും ഗ്ലോ മാറ്റി അവൻ അടിക്കാം. വാടാ അങ്ങോട്ട് കൊണ്ട് ഇപ്പുറത്തോട്ട് വാടാ. ഓ ഗൈസ്, പട്ടി ലൈഫാണ് ഗൈസ്. നമ്മളൊരു ഗ്ലോ അടിച്ച് നമുക്ക് ലൈഫൊന്നും കുറഞ്ഞില്ല, നമുക്ക് അടിയൊന്നും കിട്ടില്ല. അവന്താ ഓടണം ഗൈസ്. 119 അടിച്ച് അയ്യ അവന്താ അതിൻ്റെ ബാക്കിൽ നിൽപ്പുണ്ട്. ചാടി അടിക്കുന്ന സേഫാണ് ഗൈസ്. പിന്നല്ല ഗൈസ്, അവനെ നോക്കാക്കി നമ്മളങ്ങനെ അവനെയും ഫിനിഷ് ചെയ്ത് ഗൈസ്. ഒരു ടീമിനെ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. അവന്മാരും അങ്ങനെ ബൈ പറഞ്ഞ് അടുത്ത കളിയിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അവന്മാരും പാവം, അവന്മാരെ ഞാൻ കൊന്നു ഗൈസ്. അങ്ങനെ ഞാൻ മൊത്തം 7 കില്ലായി ഗൈസ്. ബാക്കി 17 അല്ലേ 18 എന്നെ കൂടെ കൂട്ടി 18 മൊത്തം 17 ഗൈസ്. അങ്ങനെ 17 അലയുമായി ഞാൻ വരികയാണ് ഗൈസ്. ഇവിടെ എനിമി ഉണ്ട്.
പീക്ക് തന്നെ മൊത്തം. ഓടാ എടാ ഓ അത് ഹെഡ് അങ്ങനെ കയറി ഗൈസ്. ഞാൻ സ്കോപ്പ് ഇട്ട് സ്കാറിൽ ഹെഡ് അടിക്കാൻ വേണ്ടി മേലോട്ട് എയിം കൊടുക്കും ഗൈസ്. പക്ഷെ മേലോട്ട് കയറില്ല. സ്കോപ്പ് അങ്ങനെ ഞാൻ നെഞ്ചത്ത് തന്നെ അടിച്ചുകൊണ്ടിരിക്കും. എന്താണ് അത് വെറുതെ ഗൈസ്. അവൻ്റെ ഓടി ഫോണുണ്ട്, ഗ്ലോളൊക്കെ അടിച്ച് ഓടുന്നുണ്ട്. ഞാൻ വിളിച്ചാൽ പറഞ്ഞില്ല, 2 പേരുണ്ട് ഗൈസ്. 2 പേര് അവിടെ ഉണ്ട്. ഞാൻ എന്തായാലും അവന്മാർ അടിക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കണം. നമുക്ക് നോക്കാം. എന്തായാലും അവന്മാർ അടിക്കും. ഞാൻ അടിച്ചിട്ടേ അവന്മാരെ വെറുതെ വിടുള്ളൂ. ഞാൻ അടിച്ചിട്ടേ വിടുള്ളൂ. അല്ലാതെ ഞാൻ വിട്ടെടുക്കൂല ഗൈസ്. അതുകൊണ്ട് ഗ്ലോ അടക്കണം. ഇവിടെ ഉണ്ടാകും. നോക്കട്ടെ. ഇവിടെ ഇല്ല ഗൈസ്, ഇവിടെ ഇല്ല. അവന്മാരെന്തായാലും അപ്പോൾ സോണിയിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി അങ്ങോട്ട് തന്നെ ഓടിപ്പോക്കാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അവന്മാർ അങ്ങോട്ട് തന്നെ പൊക്കാണ്. എടാ ഞാൻ പറഞ്ഞ അവൻ അങ്ങോട്ട് തന്നെ പോകും ഗൈസ്. ഞാൻ അടിച്ചവനാണ് ഗൈസ്. അവൻ ഫിനിഷ്. അവൻ്റെ കാര്യം കഥ. അവൻ്റെ ടീം അത് ഓടിപ്പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവനെ ഫിനിഷ് ചെയ്യാം. നമുക്ക് എന്തായാലും അവനെ എടുക്കാം. അവൻ എന്തായാലും നമ്മുടെ കയ്യിൽ തന്നെ വന്നപ്പോഴും ഗൈസ്. ഞാൻ മൊത്തം 8 കില്ലായി ഗൈസ്. 8 കിൽ. ബാക്കി 13 നിലവ് കൊണ്ട് സോണിൽ നിന്നും കയറണം ഗൈസ്. സോണിൽ നിന്നും കയറണം. ഈ സോൺ നല്ലപോലെ അങ്ങ് ലൈഫ് എടുക്കൂല. അതുകൊണ്ട് പിന്നെ ഒന്നും പേടിക്കാനില്ല. അത് മാത്രമല്ല എൻ്റെ ഇഷ്ടംപോലെ ഇൻഹേലേഴ്സും സൂപ്പർ മെഡും നോർമൽ മെഡ് 2 ഉള്ളൂ. ബാക്കിയൊക്കെ ഇഷ്ടംപോലെ ഗൈസ്. സൂപ്പർ മെഡിന് 6 ഉണ്ട്. നമ്മളെന്തിനു പേടിക്കണം? അങ്ങനെ നമുക്ക് എന്തായാലും സോണിൽ നിന്ന് പുറത്തിറങ്ങാം ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഗൈസ്. ഇഷ്ടം ആവണം ഗൈസ്. ഞാൻ മാക്സിമം നല്ല രീതിക്ക് ചെയ്യാനുണ്ട് ഗൈസ്. ഇതിനേക്കാളും നല്ല രീതിക്ക് നമുക്ക് ചെയ്യാം. നിങ്ങളാരും വിഷമിക്കണ്ട. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് എല്ലാം കാണണം ഗൈസ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം ഗൈസ്. ഇതൊക്കെയാണല്ലോ ചെയ്യേണ്ടതല്ലേ. ഇതൊക്കെ ചെയ്യണം ഗൈസ്. എൻ്റെ വീഡിയോസ് എല്ലാം കാണുക ഗൈസ്. അടിപൊളിയാക്കുക, പവറാക്കാൻ ഗൈസ്. നമുക്ക് നേരെ സോണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം. പൊടാ ഗൈസ്. താഴെ ഇവിടെ ഒന്നും എനിമിയില്ല. ഇവിടെ ഒന്നും എനിമിയെ ഞാൻ കാണുവാനില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓട്ടറ സോണിയിൽ നിന്ന് കയറാനാണ് പാട്. ഇതിൽ ഈ ഫുൾ മാപ്പ് റാങ്ക് കളിക്കുന്ന സമയത്ത് ഗൈസ് ഈ ഓറിയൺ അല്ലാതെ ഏത് ക്യാരക്ടറാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ഏത് ക്യാരക്ടറാണ് നല്ലത് എന്നൊന്ന് പറയണേ ഗൈസ്. അത് വെച്ചൊന്ന് കളിച്ച് നോക്കാം. ആ വീഡിയോ ഞാൻ ഇടാം ഗൈസ്. അത് ഏതാണ് നല്ലതെന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്ക് ഞാൻ അത് ഏതെങ്കിലും സൂപ്പർ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിട്ട് കളിച്ചിട്ട് പൊളിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി അതിട്ട് തന്നെ അങ്ങോട്ട് കാച്ചാം. എങ്കിൽ നമുക്ക് എല്ലാം പോയടിക്കല്ലോ ഗൈസ്. ഓറിയോൺ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓറിയോണും മിഗ്വേലും ലിഗ്വേറ്റാണ് ഇട്ടേക്കണമെന്ന് തോന്നുന്നു ഗൈസ്. ആണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ കെല്ലിയുണ്ട്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അതാ ഇവിടെ ഫൈറ്റ് കിടക്കുന്നത്. നമുക്കിനി അപ്പോൾ അടുത്ത കില്ലിലോട്ട് കിടക്കാൻ ഗൈസ്. 8 കില്ലായിട്ടുണ്ട്. അടുത്ത കില്ല് അയ്യോ 6 ബാക്കിന് അടിച്ചാ. ഇത് ഓട്ട. ഇതാ വീണ്ടും ഓട്ട. ഇതെന്ത് റൈഡ്? മണ്ടടിക്കാൻ സമ്മതിക്കൂല. ഗൈസ് ഞാൻ എന്തായാലും മണ്ടടിക്കും. ഈ സൂപ്പർ മണ്ട് സമയത്തിന് വരൂട്ടോ. സാധാ മണ്ടൊക്കെയാണ് പറഞ്ഞത്. ഒരു സൂപ്പർ മണ്ട് വന്നാൽ കഴിഞ്ഞില്ല. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല ഈ പ്രായത്തിൽ. ഗൈസ് അപ്പോൾ അവൻ ആ ടീമിന് ലാസ്റ്റ് കണ്ണിയായിരുന്നു കേട്ടോ. അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്ത 2 പേര്, അടുത്ത സ്കോഡ് ഗൈസ്. അടുത്ത ഡുവോ വാടാ മുത്തുമണി. ഞാൻ 9 കില്ല്. വാ തീർന്നടാ. പിന്നാലോ ഞാൻ കുറ്റിയാൻ കുടിക്കാനല്ല. എടാ പോടാ. എന്തോടാ അടി മാറി. അവൻ അപ്പുറത്തുള്ളവനാണ്ടാ കൊണ്ട്. അയ്യോ അവനൊക്കെ എടാ പോടാ. ഗൈസ് നോക്കിയാണ് ഗൈസ് ഡെഡായി ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഗൈസ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൂയ കയ്യിൽ നിന്ന് പോയി ഗൈസ് 9 കില്ലിൽ നിന്ന്. അപ്പോൾ ഇതിനേക്കാളും നല്ല കണ്ടന്റും കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. അതുവരെയും ബൈ.